ഈ ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഈ ഹീറ്റ് നമ്മളുടെ മുടിയിലേക്ക് എത്തുകയാണ്. ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ ആ സമയത്ത് ചില ആളുകൾക്കെങ്കിലും ഈ ശ്വാസം മുട്ടല് അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസ് പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്നിട്ടും അത് കഷ്ടപ്പെട്ട് സഹിച്ച് പിടിച്ചിട്ടാണ് അതാ പറഞ്ഞേ, ആൾക്കാർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തല പോയാലും ഭംഗി ഉണ്ടായാ മതി. ദേ ഗോ ഫോർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കെമിക്കൽ ട്രീറ്റ്മെന്റ്സ്. ഇപ്പൊ എല്ലാവർക്കും ഈ സൊഫക്കേഷൻ വരില്ല. പീപ്പിൾ വിത്ത് റെസ്പിറേറ്ററി ഇഷ്യൂസ് അവർക്ക് ഇങ്ങനെയുള്ള കെമിക്കൽ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ അതിന്റെ സ്മെല്ല് സൊഫക്കേഷൻ ഉണ്ടാക്കും. ഇറ്റ്സ് ഒരു 20% 30% ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള 80% ആൾക്കാരും ഇത് ചെയ്തോണ്ടിരിക്കും. ഇത് ചെയ്യുന്നത് തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. എല്ലാം നമ്മളെ ഇഷ്ടമാണ്, നമുക്ക് എന്ത് ചെയ്യണം എന്ന്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ മരുന്ന് എടുക്കണോ ഞാൻ പറഞ്ഞത് ശരിയാണോ എന്നൊക്കെ തീരുമാനിക്കേണ്ട എന്റെ ഇഷ്ടമാണെന്നാ പറയാ, അല്ലേ? അല്ലാതെ നമ്മളിപ്പോ കുത്തി ഇപ്പൊ അധികം ഡോക്ടേഴ്സും ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ദേ ഗീവ് ഫാൾസ് ബിലീവ് ടു ദ പേഷ്യന്റ്. പ്രത്യേകിച്ച് ഈ ഹെയർ ട്രീറ്റ്മെന്റ്സിനൊക്കെ പോകുമ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒരു മുടി വരണം എന്നൊക്കെ വിചാരിച്ച് കഷ്ടപ്പെട്ട് വരുന്ന ആൾക്കാരായിരിക്കും. അവര് കേൾക്കാൻ ആഗ്രഹിക്കുക എന്തായിരിക്കും, തലയിൽ നല്ല മുടി വരും, ഈ ഡോക്ടർ നല്ലതാണ്, 4 ആൾക്കാർ റിസൾട്ട് കാണിച്ചു കൊടുക്കണം, ഇതൊക്കെയാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാവുക. അങ്ങനെയൊന്നും ഒരു കാര്യമില്ല. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഈസ് ഡിഫറെന്റ്.